بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സിദ്ധാർത്ഥൻ എന്നാണ് പേര്. ഞാൻ ആലപ്പുഴക്കാരൻ തന്നെയാണ്. ഇവിടുത്തെ രണ്ട് പ്രഭാഷണങ്ങളും കേട്ട അവസരത്തിൽ എനിക്ക് തോന്നിയത്, ഇസ്ലാം ശാന്തിയുടെ മതം എന്ന് പറയുന്നതിനേക്കാൾ ശാന്തിയുടെ വഴി എന്ന് പറയുന്നതല്ലേ എന്നാണ്. കാരണം ഈ മതം എന്ന് പറയുന്ന ശബ്ദം വളരെയധികം ദുർവ്യാഖ്യാനത്തിന് വിധേയമാവുന്നുണ്ട്. അഭിപ്രായ ഭേദം എന്ന് തന്നെയാണ് അതിൻ്റെ അക്ഷരാർത്ഥം. ഈ അഭിപ്രായ ഭേദത്തിൻ്റെ സാധ്യത അനുവദിച്ചു കൊടുക്കുന്ന ഒരു തരം ഫോമുലേഷനാകും ശാന്തിയുടെ മതം എന്ന് പറയുമ്പോൾ. മറിച്ച് ശാന്തിയുടെ വഴി എന്ന് പറയുമ്പോൾ ചിരന്തന കാലമായിട്ട് അങ്ങേയറ്റം ചരിത്രാതീത കാലം മുതലേയുള്ള എല്ലാ പ്രവാചകന്മാരും നടന്നു കാണിച്ച വഴി എന്ന അർത്ഥം വ്യക്തമാവുകയും അതിൽ നിന്നുള്ള വ്യതിയാനങ്ങളെല്ലാം ഇസ്ലാമിക്കല്ല, ശരിയായ ധർമ്മത്തിൻ്റെ പാതയിലുള്ള വഴി സഞ്ചാരമല്ല എന്ന സത്യം വെളിപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് ഈ മതം എന്ന പ്രയോഗം എത്രമാത്രം സാധുവാണ് എന്ന് ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്ദേഹം ഉണ്ടാവുകയാണ്. സുഹൃത്ത് സിദ്ധാർത്ഥൻ്റെ ചോദ്യം, ഇസ്ലാം ശാന്തിയുടെ മതം എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമാവുക ശാന്തിയുടെ വഴി എന്ന് പറയുന്നതല്ലേ? കാരണം മതം എന്നുള്ള പദം ഒരു അഭിപ്രായം, ഒരു വീക്ഷാഗതി എന്നുള്ള അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇതല്ലേ കൃത്യമായ പ്രയോഗം എന്നാണ്. യഥാർത്ഥത്തിൽ മതം എന്നുള്ള പദം അതിന് പദപരമായ അർത്ഥ നിഷ്പത്തിയേക്കാൾ അധികമായി മറ്റു പല തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ്. ഇപ്പം അറബിയിൽ ദീൻ എന്നാണ് മതം എന്ന പദത്തിന് തത്തുല്യമായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ റിലിജ്യൻ എന്ന് പറയും. സംസ്കൃതത്തിലെ ധർമ്മശബ്ദത്തിന് തുല്യമായ ഒരു ശബ്ദമായിട്ടാണ് പൊതുവെ മതം വിവക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ മതം എന്നുള്ള പദത്തിന് പദപരമായി എന്തർത്ഥം എന്നതിനേക്കാൾ അധികം നാം പ്രായോഗിക തലത്തിൽ എന്തിന് ആണ് മതം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന പദത്തിനർത്ഥം കേവലമായ ഏതെങ്കിലും ആരാധനാമുറകളോ വിശ്വാസ സംഹിതകളോ മാത്രമല്ല. പലപ്പോഴും മതം എന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ട്. മതം എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യ ഏർപ്പാട്, കുറച്ച് അനുഷ്ഠാനങ്ങൾ, കുറച്ച് ആരാധനാമുറകൾ, ഇങ്ങനെയാണ് മതം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ഒരു ആരാധനാലയത്തിൽ ആ മതനേതാവിൻ്റെ പുരോഹിതൻ്റെ വീക്ഷണത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ഉള്ള നടക്കുന്ന കുറേ അനുഷ്ഠാനങ്ങളും കുറേ കർമ്മങ്ങളും. ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതല്ല. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കുമുള്ള ദൈവികമായ മാർഗദർശനത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് ഇസ്ലാം മതം കൊണ്ട് വിവക്ഷിക്കുന്നത്. വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും പൂർണ്ണമായി സംസ്കരിക്കുക എന്നതാണ് മതം കൊണ്ടുള്ള വിവക്ഷ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നമാണ് ശാന്തി. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിതലത്തിൽ ഒരാൾ ദൈവവിശ്വാസിയാകുമ്പോൾ കേവലം ദൈവമുണ്ട് എന്നൊരു വിശ്വാസമല്ല ദൈവവിശ്വാസം, മറിച്ച് അയാളുടെ ഖുർആൻ പറഞ്ഞിട്ടുള്ള അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്ർ എന്നാണ്. ദിക്ർ എന്നുള്ളത് സ്മരണ എന്ന് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിലുടനീളം ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമാണോ എന്ന പരിശോധനയും
അല്ലെങ്കിൽ അത് തിരുത്തുകയും അതേസമയം ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം സർവശക്തനായ തമ്പുരാൻ്റെ പ്രതിഫലം മാത്രമായി തീരുകയും ചെയ്യുകയാണ് ദിക്ർ കൊണ്ടുള്ള പൂർണ്ണമായ വിവക്ഷ. അഥവാ ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഒരു പരിവർത്തനമാണ്. സർവശക്തനായ തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള പൂർണ്ണ ജീവിതമാണത്. ആ ജീവിതമാണ് മതം കൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത്. അപ്പോൾ മതം എന്നുള്ളതിന് നമ്മൾ ഇവിടെ പ്രയോഗിച്ച് ശീലിച്ച ഒരു ശീലം എന്നതിലുപരിയായി ദീൻ എന്നുള്ള അറബി പദത്തിൻ്റെ മലയാളത്തിൽ നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പരിഭാഷ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മതം എന്ന് പ്രയോഗിക്കുന്നത്. ഇനി മതത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ഖുർആനിലെ 107-ാമത്തെ അധ്യായത്തിൽ മതനിഷേധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പരിശോധിച്ചാൽ മതി. മതനിഷേധിയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിൻ സാഊൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഖുർആൻ ചോദിക്കുന്നത് മതനിഷേധിയെ നീ കണ്ടുപോന്നു. അപ്പോൾ നമ്മൾ സാധാരണയായി മതനിഷേധി എന്ന് പറയാൻ എന്താണ്? ദൈവമില്ല എന്ന് വാദിക്കുന്നവൻ, മതപ്രകാരം ജീവിക്കാത്തവൻ, മതത്തിൽ നിന്ന് പുറത്തു പോയി ജീവിക്കുന്നവൻ, മതത്തെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നവൻ, ഇതെല്ലാം മതനിഷേധി. പക്ഷേ ഖുർആൻ പറയുന്നത് മതനിഷേധിയെ നീ കണ്ടുപോ എന്ന് ചോദിച്ചിട്ട് ആദ്യം തന്നെ പറയുന്നത് അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിൻ സാഊൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. അഥവാ അവൻ അനാഥകളെ പരിഗണിക്കാത്തവനാണ്, ആട്ടിക്കളയുന്നവനാണ്. മതനിഷേധി ആരാണ്? അനാഥകളെ ആട്ടിക്കളയുന്നവനാണ്. അഗതികൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. അഗതികളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. അവൻ നമസ്കരിക്കുന്നവനല്ലേ? അവൻ നമസ്കരിക്കുന്നവനാണ്. ഖുർആൻ പറയുന്ന പിന്നെ അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. നമസ്കരിക്കുന്നവനാണ് അവൻ, പക്ഷേ നമസ്കാരം എന്താണ്? നമസ്കാരത്തിൻ്റെ ആത്മാവിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല. നമസ്കാരം അവൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണ്? അല്ലദീന ഹും യുറാഊൻ, അവൻ ആളെ കാണുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നവനാണ്. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ കർമ്മം. അവൻ ധർമ്മം ചെയ്യുമ്പോൾ, കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ജനങ്ങളുടെ മുന്നിൽ ഞാനൊരു മതവിശ്വാസിയായി, വലിയ ധർമ്മിഷ്ഠനായി, ഉന്നതനായി അറിയപ്പെടണം എന്നുള്ള വിചാരമുള്ളത്. അതല്ല മതവിശ്വാസിക്കുണ്ടാവുക. മറിച്ച് മതവിശ്വാസിയുടെ വിചാരം എന്തായിരിക്കും? ഏത് കർമ്മമായിരുന്നാലും സർവശക്തനായ തമ്പുരാൻ, എൻ്റെ ഹൃദയത്തെ കൃത്യമായി അറിയാവുന്ന തമ്പുരാൻ, എൻ്റെ കർമ്മങ്ങൾക്ക് പിന്നിലുള്ള ചോദനയെ വ്യക്തമായി അറിയാവുന്ന തമ്പുരാൻ, അവൻ ഇതറിയുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. അവനിൽ നിന്നുള്ള പ്രതിഫലമാണ് എനിക്ക് ആവശ്യം എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് പൂർണ്ണനായ മതവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അഥവാ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താ? ചെറിയ ചെറിയ ഗുണങ്ങൾ പോലും, പരസ്പരമുള്ള ഗുണങ്ങൾ പോലും നിഷേധിക്കുന്ന ആളുകളാണ് അവർ. എന്താ? അവർ ചിലപ്പോൾ സ്റ്റേജിൽ വെച്ച് വലിയ വലിയ ധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും, സ്റ്റേജിൽ വെച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം അതിന് ക്യാമറ കണ്ണുകൾ വേണ്ടി വരും, അതേപോലെയുള്ള റിപ്പോർട്ടർമാരുടെ ആവശ്യം ഉണ്ടാകും, ഇങ്ങനെ പലതും ആവശ്യം ഉണ്ടാകും. അതേസമയം യഥാർത്ഥ മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അയാളുടെ കർമ്മത്തിന് പ്രകാശമാനമായ ഒരടിത്തറയുണ്ടാകും. എന്താണത്? ആ കർമ്മങ്ങൾക്കെല്ലാം സ്രഷ്ടാവായ തമ്പുരാനെന്നുള്ള പ്രതിഫലം കാക്ഷിക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇവിടെ അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാകുക, വൈയക്തിക തലത്തിലും സാമൂഹിക തലത്തിലും കുടുംബ തലത്തിലുമല്ലോ. അതല്ലാത്തിടത്തോളം കാലം മതം കേവലം പോസ്റ്ററും ബാനറും ബാഡ്ജും മാത്രമായി മാറുകയും ഹൃദയത്തിനകത്തേക്ക് മതം കടന്നു ചെല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മതം കേവലമായ അഭിപ്രായമായി മാറും. അതിൻ്റെ പേരിൽ സംഘടനകൾ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് വസ്തുത. ചുരുക്കത്തിൽ മതം എന്നുള്ള പദം മലയാളത്തിലുള്ള പദപ്രയോഗം എന്നതിനേക്കാൾ അധികം അറബിയിൽ ദീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള ദൈവികമായ മാർഗദർശന പ്രകാരമുള്ള ജീവിതമാണ്, പൂർണ്ണമായ ജീവിതത്തിൻ്റെ സംസ്കരണമാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ കലാം. ചില സംഘടനകൾ ഖുർആൻ തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നതായി ചില പത്രങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? സഹോദരൻ്റെ ചോദ്യം, വിശുദ്ധ ഖുർആൻ തിരുത്തണമെന്ന് ചില ആളുകൾ, ചില വിഭാഗങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രത്തിലൂടെയും മറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തെല്ലാം വചനങ്ങളാണ് തിരുത്തേണ്ടത് എന്നതാണ്. 14 നൂറ്റാണ്ടുകളിലൂടെ നാം കടന്നുപോയാൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വിഭാഗം ആളുകൾ വിശുദ്ധ ഖുർആൻ്റെ വ്യത്യസ്തങ്ങളായ വചനങ്ങൾ തിരുത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയോ
മനസ്സിലെങ്കിലും ആഗ്രഹിക്കുകയോ സുഹൃത്തുക്കളോട് പറയുകയോ ചെയ്തിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന ഖുർആന്റെ പ്രഖ്യാപനമാണ് ഖുർആനിൽ നിന്ന് മാറ്റേണ്ടത്. ദൈവത്തെ നിഷേധിക്കുന്ന ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ട്, സ്രഷ്ടാവ് ഒരു യാഥാർത്ഥ്യമാണെന്ന ആ വചനങ്ങളാണ് ഖുർആനിൽ നിന്ന് അവർക്ക് നീക്കേണ്ടത്. പരലോകം അംഗീകരിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരുപാട് വചനങ്ങളാണ് അവർക്ക് എതിർപ്പ്. അതാണ് മാറ്റേണ്ടത്. മദ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മദ്യം വിലക്കിക്കൊണ്ടുള്ള വചനങ്ങളാണ് ഖുർആനിൽ നിന്ന് നീക്കേണ്ടത്. അതുപോലെ വ്യഭിചരിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ വ്യഭിചാരത്തെ അനുകൂലിക്കാത്ത വചനങ്ങളാണ് നീക്കേണ്ടത്. ഇപ്പോൾ ബ്ലേഡ് കച്ചവടക്കാരെ സംബന്ധിച്ച്, പലിശക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വചനങ്ങളാണ്. അങ്ങനെ കച്ചവടത്തിൽ നീതി പുലർത്തണമെന്ന് പറയുന്ന അത് താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കച്ചവടത്തിൽ അനീതി കാണിക്കരുത്, അന്യൻ്റെ സമ്പത്ത് ആഗ്രഹിക്കരുത്, അങ്ങനത്തെ വചനങ്ങളാണ് നീക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയാൽ ഓരോ വിഭാഗം ആളുകളും അവർക്കിഷ്ടപ്പെടാത്ത വചനങ്ങൾ ഖുർആനിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ അടുത്ത കാലത്ത് ചില വിഭാഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇസ്ലാം യുദ്ധത്തെ അനുവദിച്ചുകൊണ്ടുള്ള വചനങ്ങളാണ്. അതിവിടെ ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ വചനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാം യുദ്ധത്തെ സംബന്ധിച്ച്. അതായത് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നുവെന്ന് എത്തരത്തിലുള്ള വിമർശനം ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല അമുസ്ലിങ്ങളോട് വളരെ നീതിയുക്തമായിട്ട് പെരുമാറണം. ഒരുപാട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല. ഇക്റാഹ ഫിദ്ദീൻ കദ്ദബയന റുസ്തുമില്ലായി, മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു. 2 പാതകളുണ്ട്, നിങ്ങൾക്ക് ഒന്നുകിൽ നന്ദിയുള്ളവരാകാം, അതല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ആരാധന വസ്തുക്കൾ, മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കൾ അവഹേളിക്കരുത്, അപമാനിക്കരുത്. അങ്ങനെ എല്ലാ വചനങ്ങളും ഖുർആൻ ഒരിക്കലും ഒരു മത അസഹിഷ്ണുതയല്ല, സഹിഷ്ണുതയാണ് പുലർത്തുന്നത്. സമാധാനമാണ്, അസമാധാനമല്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. നിങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ വരുമ്പോൾ, നിങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കുവാൻ വരുമ്പോൾ, വിശ്വാസത്തിന് അനുസൃതമായി നിങ്ങൾ ജീവിക്കുവാൻ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇസ്ലാം പ്രതിരോധം എന്ന നിലയിലാണ്, അക്രമം എന്ന നിലയിലല്ല ഈ യുദ്ധങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഈ വചനങ്ങളാണ് നീക്കണമെന്ന് ചില വിഭാഗങ്ങൾ പറയുന്നു. അതും എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം വചനം, ഹഥോവ പ്രാപ്സസി, സ്വർഗം എന്ന വചനം യുദ്ധത്തെ സംബന്ധിച്ച വചനങ്ങളാണ്. രാമായണത്തിൽ ഒരുപാട് യുദ്ധമില്ല എങ്കിൽ രാമായണമില്ല, യുദ്ധമില്ല എങ്കിൽ മഹാഭാരതമില്ല. ഋഗ്വേദയിൽ പോലും ഒരുപാട് യുദ്ധങ്ങൾ കാണാം. ഇതിനെ സംബന്ധിച്ചൊന്നും ഇവരാരും പറയാറില്ല. മറിച്ച് ഇതെല്ലാം അവർ അംഗീകരിച്ചുകൊണ്ട് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വയരക്ഷാർത്ഥം പോരാടുവാൻ ഖുർആൻ നൽകുന്ന വചനങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറയുന്നത് അസഹിഷ്ണുതയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാത്തത് കൊണ്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ്. പിന്നെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വചനങ്ങൾ നീക്കുവാൻ സാധിക്കുകയില്ല. കാരണം പല ആളുകളും പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വചനങ്ങൾ നീക്കിക്കൂടായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലൊരു വകുപ്പ് മാറ്റുവാൻ കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയ്ക്ക് സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു എന്തെങ്കിലും വകുപ്പ് മാറ്റുവാൻ തമിഴ്നാട്ടിലെ നിയമവ്യവസ്ഥക്ക് സാധ്യമാവുകയില്ല. മറിച്ച് അത് നീക്കം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നീക്കം ചെയ്യാനുള്ള വകുപ്പുണ്ട്. അതായത് ഇന്ത്യയിലെ പാർലമെൻറ്റ്, രാജ്യസഭയും ലോകസഭയും ഒത്തുകൂടി ആ പ്രമേയം 2/3 2/3 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയാലേ മാറ്റുവാൻ സാധിക്കും. ഖുർആനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ ദൈവാവതീർണമാണ് എന്ന് വിശ്വസിക്കും, സ്രഷ്ടാവിൽ നിന്നുള്ള വചനങ്ങളാണ് എന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ഇത് മാറ്റുവാനുള്ള അധികാരം സ്രഷ്ടാവിന് മാത്രമാണുള്ളത്. അത് സ്രഷ്ടാവ് മാറ്റുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഖുർആൻ മൊത്തം മനുഷ്യ സമൂഹത്തിനായിട്ട് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവർക്കിതെല്ലാം പറയാം. ഖുർആൻ്റെ അമാനുഷികത പരിശോധിക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും, ശാസ്ത്രത്തിൻ്റെതാണെങ്കിലും സാഹിത്യത്തിൻ്റെതാണെങ്കിലും നിയമങ്ങളുടേതാണെങ്കിലും എന്തും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. മാറ്റേണ്ട ആവശ്യമില്ല. കാരണം അവർ മനുഷ്യ സമത്വത്തെയാണ് മാറ്റണമെന്ന് പറയുന്നതെങ്കിൽ മനുഷ്യ സമത്വം ഖുർആനിലുണ്ട്, അത് മാറ്റുവാൻ സാധിക്കുകയില്ല. നിയമത്തിൻ്റെ മുൻപിലുള്ള സമത്വമാണ് അവർക്ക് മാറ്റണമെന്ന്
അവരുടെ ആവശ്യമെങ്കിൽ അതും സാധിക്കുകയില്ല. കാരണം അത് മനുഷ്യ സമൂഹത്തിന് നന്മയാണ്. ഇങ്ങനെ ഏത് ഖുർആൻ്റെ ഏത് വകുപ്പുകൾ എടുത്താലും ഇതെല്ലാം നന്മക്കുള്ളതാണ്, സ്രഷ്ടാവിൽ നിന്ന് അവതീർണമായതാണ്, മാറ്റുന്ന പ്രശ്നമില്ല. അവർ ആവശ്യപ്പെടുന്നത് ജിഹാദുമായി സംബന്ധിച്ച വചനങ്ങളാണ്. എൻ്റെ പ്രഭാഷണത്തിലും അക്ബറുടെ പ്രഭാഷണത്തിലും വളരെ വിപുലമായ രീതിയിൽ അതിനെ സംബന്ധിച്ച് പരാമർശിച്ചതുള്ളത് കൊണ്ട് അതിനെ ഇനിയും വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പേര് ഷാജി, വീട് കായംകുളം. എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പ്രവാചക നിഷേധം തൗഹീദാകുമോ? ഒരു പ്രവാചകനെ വിശ്വസിച്ചവരെ ഖുർആൻ ശിക്ഷിച്ചതായിട്ട് പറയുന്നുണ്ടോ? അതല്ല, നിഷേധിച്ചവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണോ ഖുർആൻ പ്രതിപാദ്യങ്ങൾ? പ്രവാചക നിഷേധം തൗഹീദാകുമായിരുന്നെങ്കിൽ ലോകത്തെ ആദ്യത്തെ തൗഹീദ് പ്രഥമ സ്ഥാനം ഇബ്ലീസിനും രണ്ടാം സ്ഥാനം അബൂജഹലിനുമായിരിക്കുകയില്ലേ? മുസ്ലിം ലോകം ഇതെങ്ങനെ അംഗീകരിക്കും? സുഹൃത്തിൻ്റെ ചോദ്യം പുറത്തുനിന്ന് കിട്ടിയൊരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഇങ്ങനെ കുറേ നോട്ടീസുമായി നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവരുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗവുമായി നിച്ച് ഓഫ് ട്രൂത്ത് രംഗത്ത് വന്നത് മുതൽ സത്യത്തിൽ ഈ നോട്ടീസ് വിപ്ലവകാരികൾ എല്ലായിടത്തും വന്നിട്ട് ഈ പ്രോഗ്രാമുകളെ അലങ്കോലപ്പെടുത്താൻ പല തലങ്ങളിലും പരിശ്രമിക്കാറുണ്ട്. അത് സത്യത്തിൽ ഇവരുടെ ചരിത്രം പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി യാതൊന്നുമില്ല, അതിൽ വിചിത്രമായി യാതൊന്നുമില്ല. കാരണം ലോകത്ത് ഇസ്ലാമിക പ്രബോധന രംഗം പുതിയ ജാഗരണത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ സമയങ്ങളിലെല്ലാം തന്നെ അതിനടിച്ചമർത്താൻ വേണ്ടി പ്രത്യേക ആളുകളുടെ ശിക്ഷണം ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ച ആളുകളാണ് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമുള്ള വിഷയമല്ല. ഞങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ പ്രതിസന്ധി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, അഥവാ ഈ മുസ്ലിങ്ങൾ ആദർശപരമായി പൊതുവെ വളരെ വളരെ ദുർബലമായിരുന്ന കാലഘട്ടം ബ്രിട്ടീഷുകാരുടെ ഭരണം ആരംഭിച്ച സമയം. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ മിഷനറി പ്രവർത്തനം, ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനം, ഇസ്ലാമിനെ തകർക്കാൻ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ശക്തമായി രംഗത്ത് വന്നിരുന്നൊരു സമയം. അഥവാ ബ്രിട്ടീഷുകാർ അവരുടെ ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ച് തന്നെ ക്രിസ്തുമത പ്രചാരണം, ഇസ്ലാമിനെതിരെയുള്ള പ്രചാരണം ശക്തമാക്കി തീർന്ന സമയം. അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും അധികം അസഹിഷ്ണുത നിറഞ്ഞ ഒരു ഹൈന്ദവ മത പ്രസ്ഥാനമായിരുന്നു ആര്യസമാജം. ആര്യസമാജത്തിൻ്റെ നേതാവ് ശ്രീ ദയാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം ഇസ്ലാമിനെതിരെ നയിച്ചിരുന്ന സമയം. ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ശബ്ദിക്കാൻ രംഗത്ത് വന്നിരുന്ന മഹാനായൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് സനാഉല്ല അമൃതസരി എന്നായിരുന്നു. സയ്യിദ് സനാഉല്ല അമൃതസരി. ഈ സയ്യിദ് സനാഉല്ല അമൃതസരിയെ കാണുന്നിടത്ത് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ പാതിരിമാരും ഒളിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയും ഒരു വശത്തും, അതേപോലെ തന്നെ ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ശക്തരായ പണ്ഡിതന്മാർ പോലും ദയാനന്ദ സരസ്വതിയുമായി സംവാദത്തിനും തുറന്ന ഡിബേറ്റിനും സന്നദ്ധമാകാത്ത അവസ്ഥാവിശേഷം നിലനിൽക്കുകയും ചെയ്ത സമയത്ത് ആണ് മീർസ ഗുലാം അഹമ്മദി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത് സയ്യിദ് സനാഉല്ല അമൃതസരിയാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കാഫർന്നാണ്. ഇദ്ദേഹത്തിന് അന്നു മുതൽക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇസ്ലാമിന് ഉള്ള സേവനം അതായിരുന്നു. ഇസ്ലാമിക പ്രബോധന രംഗം എവിടെയുണ്ടോ അവിടെയെല്ലാം തകർപ്പൻ പരിപാടിയുമായി നടക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ കേരളത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ ഈ ടീം ശക്തമായി തന്നെ, കാരണം ഈ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും അതേപോലെ തന്നെ ഹൈന്ദവ ഈ രൂപത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുമുള്ള ഒരു പരിപാടിയാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ തകർക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി കരുതുന്ന ഇവർ പല തലങ്ങളിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതിൻ്റെ തലം മാത്രമാണ് ഇത്തരത്തിലുള്ള വാറോലകൾ എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ വാറോലകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കാര്യങ്ങൾ
മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രവാചകന്മാരെ നിഷേധിക്കാൻ പാടില്ല. ശരിയാണ്, അതിന് പ്രവാചകന്മാരെ നിഷേധിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രവാചകനാവണ്ടേ? ഏതെങ്കിലും ഒരു ചങ്ങാതി വന്നിട്ട് ഞാൻ പ്രവാചകനാന്ന് പറഞ്ഞാൽ അയാളെ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അടിത്തറയാണ് അതിനുള്ളത്? അയാൾ ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപാട് കള്ളന്മാർ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അയാള് മുസൈലിമത്തുൽ കദ്ദാബ്, അതേപോലെ തന്നെ നിരവധി ആളുകൾ. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇന്ന് തന്നെ ഇസ്ലാമിക ലോകത്ത് നിന്ന് വന്നതാണെന്ന് പറഞ്ഞ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുണ്ട്. അവരെ അംഗീകരിക്കാൻ തയ്യാറാകുമോ? ഇപ്പോൾ ബഹാവുള്ള ബാബ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാൾ പ്രവാചകനാണെന്ന് വാദിച്ച ആളാണ്. ബഹായി പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രവാചകനാണ് ബഹാവുള്ള എന്ന് പറയുന്ന ഇറാനിയായ മനുഷ്യൻ. അയാൾ പ്രവാചകനാണെന്ന് ഇവർ സമ്മതിക്കോ? എന്നാൽ ലോകത്ത് പ്രവാചകനാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ മുഴുവനും അംഗീകരിക്കുകയാണ് തൗഹീദിൻ്റെ താല്പര്യം എന്നാണെങ്കിൽ ഏത് അണ്ടനും അടകോടനും പ്രവാചകനായി കടന്നു വരാൻ പറ്റും? ഇവിടെ പ്രവാചകനാണ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ പ്രവാചകത്വം സ്ഥാപിക്കാൻ സന്നദ്ധമാകണം. അതാണ് അടിസ്ഥാനപരമായി അയാൾ ചെയ്യേണ്ടത്. അയാൾക്ക് അതിന് പറ്റൂല. അയാളുടെ പ്രവാചകത്വത്തിനുള്ള തെളിവ് എന്താണ്? മഞ്ഞപ്പിത്തം ഉണ്ടായി എന്നുള്ളതാണ് തെളിവ്, മൂത്രവാർത്ത രോഗം ഉണ്ടായി എന്നുള്ളതാണ് തെളിവ്. ഇതെല്ലാമാണ് പ്രവാചകത്വത്തിനുള്ള തെളിവായിട്ട് രംഗത്ത് വരാറുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പ്രവാചകനാണെന്നുള്ളതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. ഒരു സംശയമില്ല. ഏത് അമുസ്ലിമിനും വന്ന് ചോദിക്കാം, ഏത് വിമർശകനും വന്ന് ചോദിക്കാം. അപ്പൊ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇതാ ഞങ്ങളുടെ പ്രവാചകന്റെ തെളിവ്, പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ്. ഇത് ഒരേ സമയം വേദഗ്രന്ഥവും അതോടൊപ്പം തന്നെ അമാനുഷിക ദൃഷ്ടാന്തവുമാണ്. ഈ വേദഗ്രന്ഥം വായിച്ചു നോക്കുന്ന വ്യക്തി അയാൾ മുൻധാരണയില്ലാതെ തുറന്ന ഹൃദയത്തോടു കൂടി വായിക്കുകയാണ് എങ്കിൽ അയാൾ ഇതിൻ്റെ ദൈവികത ബോധ്യപ്പെടും. ഇനി ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. നിങ്ങളുടെ കൈകളിൽ എന്ത് മാനദണ്ഡമുണ്ടോ, ശാസ്ത്രത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ, ധർമ്മശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, പ്രവചനങ്ങളുടെ എന്ന് വേണ്ട ആധുനിക പൗരാണികമോ ആയ ഏതേത് മാനദണ്ഡമുണ്ടോ അളന്നു നോക്കിക്കോ, പരിശോധിച്ചോ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിരക്ഷരനായ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഗ്രന്ഥം എന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരാൾക്കും സാധ്യമല്ല. അത് തീർച്ചയായും സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്ന്, സർവജ്ഞനായ തമ്പുരാനിൽ നിന്ന് ഉണ്ടായതാണ് എന്നതിന് തെളിവാണിത്. ഇത് അന്തിമ പ്രവാചകനുള്ള മാനുഷിക ദൃഷ്ടാന്തമാണ്. ഞങ്ങളുടെ പ്രവാചകനാണ് എന്നുള്ളതിന് തെളിവ് പിടിച്ചോ? ശരി, ഇവിടെ മറ്റൊരു പ്രവാചകനുമായിട്ടൊരു കൂട്ടി രംഗത്ത് വരികയാണ്. പലരും പറയുന്നു പ്രവാചകനാണെന്നാണ്. അപ്പോൾ ആ രംഗത്ത് വരുമ്പോൾ നമുക്ക് തെളിവ് ചോദിക്കണം. തെളിവ് ചോദിക്കുമ്പോൾ എന്താ തെളിവ്? മൂത്രവാർച്ച രോഗമാണ് തെളിവ്, മഞ്ഞപ്പിത്താണ് തെളിവ്. നിങ്ങളുണ്ട് ഒരു തെളിവ്? ഇതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു തെളിവുമില്ലാതെ വെറുതെ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടന്നു വരിക. ഇവർ പറയുന്നത് ഏത് പ്രവാചകന് ആരും വന്ന് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്നാണ്. ഒരു കഥയുണ്ട്. ഒരു ചങ്ങാതി പ്രവാചകനാണ്, എന്നായിട്ട് ആരെങ്കിലും വാദപ്രതിവാദത്തിനുണ്ടോ എന്നാണ്. ഞാൻ പ്രവാചകനാണ്, ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നായിട്ട് സംവാദത്തിന് തയ്യാറുള്ളവർ വരിക. അപ്പോൾ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് കിടന്നു. അയാളിങ്ങനെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഒരു വയസ്സായൊരു മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം. അങ്ങനെ ഈ വയസ്സായ മനുഷ്യൻ ഒരു ദിവസം രാവിലെ വടിയെല്ലാം കുത്തിപ്പിടിച്ച് ഇങ്ങനെ ചെന്നു എന്നാണ് ഇയാളുടെ അടുത്ത്. എന്താണ് എൻ്റെ വാദം? ഞാൻ നബിയാണെന്നാണ് എൻ്റെ വാദം. ഹായ്, നീ നബി അല്ലല്ലോ. എന്താ ഞാൻ നബി അല്ലാന്ന്? ഞാൻ അങ്ങനെ ഒരു നബിനെ അയച്ചിട്ടില്ലടോ. ഞാൻ അങ്ങനെ ഒരു നബിനെ അയച്ചിട്ടില്ല. ഈ നബിയാണെങ്കിൽ എനിക്കെന്താ പഠിച്ചോനായിക്കൂടെ എന്നാണ് ചോദ്യം. അപ്പോൾ ഏകദേശം ഇതേ രൂപമാണ് ഇവരുടെ കഥ. ഒരു നബിയാണെന്ന് ഈ ലോകത്ത് പ്രവാചകനാണെന്ന് പറഞ്ഞ ആൾക്കാരെ മുഴുവനും അംഗീകരിക്കണമെന്നും അത് തൗഹീദിന്റെ ഭാഗമാണെന്നും. ഇബ്ലീസ് പ്രവാചകനെ നിഷേധിച്ചതാണ് പ്രശ്നം, ഇബ്ലീസ് പ്രവാചകനെ നിഷേധിച്ചാണ് പ്രശ്നം. അതേപോലെ ഒരുപാട് പുതിയ പ്രവാചകന്മാരായി രംഗത്ത് വന്ന ഇബ്ലീസുകളും ചരിത്രത്തിൽ ഒരുപാടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം പ്രഖ്യാപിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ പ്രവാചകൻ എന്ന് വാദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് അംഗീകരിക്കണം. കാരണം പ്രവാചകൻ എന്ന് പറഞ്ഞവരോ അംഗീകരിക്കണമല്ലോ, തെളിവൊന്നും വേണ്ട. അപ്പോൾ ഈ രൂപത്തിലുള്ള വളരെ വില കുറഞ്ഞ ആശയങ്ങളുമായി കടന്നു വന്ന് ഗൗരവതരമായ ഇസ്ലാമിൻ്റെ ഉജ്ജ്വല പ്രകാശത്തെ പ്രകടിപ്പിക്കുന്ന വേദികളെ വില കുറഞ്ഞ താർക്കിക പ്രശ്നങ്ങളിൽ കുരുക്കിയിട്ടിട്ട് അതിനെ തലതിരിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടി നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായൊരു ശക്തിയാണിത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എവിടെ ചെന്നാലും ആദ്യമായി ചോദിക്കാനുള്ളത് ഈസാ നബി വരുമോ? വരൂലേ? ഈസാ നബി മരിച്ചല്ലേ?
ഈസാ നബി മരിച്ചല്ലേ, നമ്മൾ ഈസാ നബി മരിച്ചല്ലേ എന്നാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആ ചോദ്യം നിർത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നീട്ടിക്കും ഈസാ നബി മരിച്ചല്ലേ, അപ്പോൾ അതിന് മറുപടി പറയുമ്പോൾ അപ്പോൾ വേറെ ചോദ്യം. ഇങ്ങനെ ഇത്തരം വേദികളെ നമ്മൾ വിശേഷിച്ച് അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വേദികളെ വളരെ നിലവാരമില്ലാത്ത താർക്കിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ആളുകളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ പ്രകാശം കടന്നു ചെല്ലരുത് എന്ന് വളരെ ബോധപൂർവമായുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന് നമ്മൾ ഈസാ നബി മരിച്ചോ അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ സാധാരണ പറയാറുള്ള മറുപടി, ഈസാ നബി മരിച്ചോ ഇല്ലയോ എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾ തർക്കിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇവിടെ എന്താണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ നടക്കുന്നത് എന്തിനാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചാൽ ആ മരിച്ച കട്ടിൽമേൽ കയറി കിടക്കാൻ തയ്യാറായിട്ട് ഈ ചങ്ങാതി ഇരിക്കുന്നുണ്ട്. ആരാണ്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാളെ ഈ കട്ടുമ കിടക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് മതിയല്ലോ ഈസാ നബിനെ കൊല്ലല് എന്നാണ് പറയാറുള്ളത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ റിസാലത്ത്, അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ വെച്ച വഹിയ്, ഇതൊന്നും പറയാൻ ഇവർ സന്നദ്ധരാകാറില്ല. അവർ കാര്യമായിട്ട് പറയാറുള്ളത് ഈ രൂപത്തിലുള്ള വാദങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ആകുന്ന അമാനുഷിക ദൃഷ്ടാന്തം, അന്തിമ പ്രവാചകൻ്റെ അമാനുഷിക ദൃഷ്ടാന്തം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ പ്രവാചകനാണ് എന്ന് നാം വിശ്വസിക്കുന്നത്. അതിന് പകരമായി മറ്റൊരു പ്രവാചകൻ്റെ ആളുകളായിട്ട് കടന്നു വരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അമാനുഷിക ദൃഷ്ടാന്തമാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. അതിന് അവർ സ്റ്റേജ് കെട്ടി തയ്യാറാകണം. അല്ലാതെ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള വേദികളെ അത് തലതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് എന്ന് വിനീതമായി അവരോട് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. എൻ്റെ പേര് രവീന്ദ്രൻ. രവി എന്ന് വിളിക്കും, പെരുമ്പാവൂർ സ്വദേശി. എനിക്ക് 2 ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ സമയം കിട്ടിയില്ല. ചെറിയ ചോദ്യമാണ്, എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാഫറുകൾ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്നത് മറ്റു മതസ്ഥരെയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദിനെതിരായി പ്രവർത്തിക്കുന്നവരെയും നിർബന്ധ കർമ്മമായ നമസ്കാരം ഒഴിവാക്കുന്നവരെയും എന്തു വിളിക്കും? കാഫർ എന്ന് വിളിക്കുന്നത് മറ്റ് മതസ്ഥരെയാണ് എന്നാണ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടനുബന്ധിച്ച് തൗഹീദിനെതിരെ ഏകനായ സൃഷ്ടാവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയും അതേപോലെ തന്നെ നമസ്കാരം ഒഴിവാക്കുന്നവരെയും എന്ത് വിളിക്കുന്നതാണ്? സത്യത്തിൽ കാഫർ എന്ന് പറഞ്ഞ പദത്തിന് അമുസ്ലിം എന്നൊരർത്ഥമേ ഇല്ല. കാഫർ എന്നുള്ള പദം അത് കഫറ എന്ന അറബി ക്രിയയിൽ നിന്ന് നിഷ്പന്നമായ പദമാണ്. കഫറ എന്ന പദത്തിനർത്ഥം മറച്ചു വെക്കുക, ഒളിച്ചു വെക്കുക എന്നല്ല. കാഫർ എന്ന് പറഞ്ഞ അറബി പദത്തിനർത്ഥം മറച്ചു വെക്കുന്നവൻ, പൂഴ്ത്തി വെക്കുന്നവൻ, ഒളിച്ചു വെക്കുന്നവൻ എന്നല്ലാണ്. ഖുർആനിൽ തന്നെ കാഫറിൻ്റെ ബഹുവചനമായ കുഫാർ, കർഷകരെ ഉദ്ദേശിച്ച് വിളിച്ചിട്ടുണ്ട്. കർഷകർ എന്ന് കുഫാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ 57-ാമത്തെ അധ്യായം സൂറത്ത് ഹദീദിലെ 20-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് കുഫാർ എന്ന് വിളിക്കാൻ കാരണം? മറച്ചു വെക്കുന്നത്, കർഷകൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രവർത്തനം തന്നെ അതാണ്. വിത്ത് മണ്ണിനടിയിൽ ഒളിച്ചു വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നുള്ളതാണെന്നുള്ളതുകൊണ്ട് കുഫാർ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാഫർ എന്ന് പറഞ്ഞ പദത്തിന് ഇതാണ് അർത്ഥം. ഇനി കാഫർ എന്ന് സാങ്കേതികമായി പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഒരാദർശം സ്വീകരിക്കാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശം, ആ ആദർശം ലോകത്തിൻ്റെ മുന്നിൽ ഇസ്ലാം സമർപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നു. ആ ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം. ആ ആദർശം സ്വീകരിച്ച ആളുകളെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആദർശം സ്വീകരിക്കാത്തവരെ എന്തെങ്കിലും ഒരു പേരിൽ വിളിക്കേണ്ടത് അനിവാര്യമാണ്. ആ പേരാണ് ഒരു ആദർശം സ്വീകരിക്കാത്തവർ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചിട്ടുള്ള പൊതുവായ നാമമാണ് കാഫർ എന്നുള്ള നാമം. അതൊരിക്കലും തന്നെ ഒരു മ്ലേച്ഛമായ പ്രയോഗമോ പുലഭ്യം പറയാൻ വേണ്ടിയുള്ള ഒരു വാക്കോ അല്ല. ഖുർആനിൽ ഒരു സ്ഥലത്തും കാഫറെ എന്ന് വിളിച്ച ഒരു പുലഭ്യം പറയുന്നത് കാണാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മറിച്ചെന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഒരു ആദർശത്തിനെതിരെ നിൽക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആദർശം തീരുമാനിക്കുന്നത്, മറിച്ച് വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. വിശ്വാസം ശരിയാണ് എങ്കിൽ അയാളുടെ അതേപോലെ തന്നെ ആ വിശ്വാസാനുസൃതമായ കർമ്മങ്ങളുണ്ട് എങ്കിൽ അതിനാണ് ഒരാൾ മുസ്ലിം എന്ന് പറയാൻ അർഹനാവുക. വിശ്വാസത്തിലോ കർമ്മത്തിലോ
എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എന്നാൽ ഒരു വ്യക്തിയെ കാഫർ എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആനോ ഇസ്ലാമിക പ്രമാണങ്ങളോ ആരെയെങ്കിലും പുലഭ്യം പറയാൻ വേണ്ടി കാഫർ എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ കാഫർ എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിൽ ഇസ്ലാം എൻ്റെ ആദർശമല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാവണം. അതല്ലാത്തിടത്തോളം കാലം അയാളെ കാഫർ, ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇയാൾ കാഫറാണെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ഏതെങ്കിലും കുഫറിലേക്ക് നയിക്കുന്ന ആദർശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഒരാൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് നമസ്കാരം എന്നത് ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള സാക്ഷ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കുഫറാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇയാൾ കാഫറാണെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. അതേസമയം ഇസ്ലാം എന്നുള്ളൊരു ആദർശത്തെ, ആ ആദർശം സ്വീകരിക്കാതിരിക്കുകയോ ആ ആദർശം ശരിയല്ല എന്ന് അയാൾ ബോധപൂർവം പ്രഖ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ ഈ ആദർശത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയാം. മറ്റേത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പടച്ചോൻ തീരുമാനിക്കുന്നതാണ്, അത് പടച്ചതമ്പുരാൻ തീരുമാനിച്ചുകൊള്ളും. അതേപോലെ തന്നെ നിഫാഖായിരുന്നാലും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരാളെ മുനാഫിഖ് എന്ന് ഖുർആൻ വിളിക്കുന്നുണ്ട്. എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? വിശ്വാസം ഉണ്ടെന്ന് പുറത്ത് കാണും, കർമ്മങ്ങളെല്ലാം പുറത്തുണ്ടാവും, പക്ഷേ ഹൃദയത്തിനകത്ത് അത് കടന്നു ചെന്നിട്ടില്ല. അയാൾ കർമ്മങ്ങൾ പുറത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വിശ്വാസിയായവനാണ്, അവൻ്റെ മനസ്സ് കുഫറാണ്, പുറത്ത് മാത്രമേ ഇസ്ലാമുള്ളൂ. പക്ഷേ ഒരാളുടെ മനസ്സ് നമുക്ക് അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ മുനാഫിഖ് എന്ന് ഒരാളെ ചൂണ്ടിക്കൊണ്ട് വിളിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. മറിച്ച് അത് പടച്ചതമ്പുരാൻ തീരുമാനിക്കേണ്ടതാണ്. ഇസ്ലാം എന്നുള്ള ആദർശത്തെ ആദർശം എന്നുള്ള നിലക്ക് നിഷേധിക്കുന്ന വ്യക്തിയെ മാത്രമേ കാഫർ എന്ന് വിളിക്കാൻ പറ്റൂ. ആ വിളി പോലും എന്തല്ല, പുലഭ്യം പറച്ചിലല്ല. അത് മനസ്സിലാക്കണം നമ്മൾ. അത് ഒരു ആദർശം സ്വീകരിക്കാത്ത വ്യക്തി എന്നുള്ള അർത്ഥത്തിലുള്ള പരാമർശം മാത്രമാണ്, ഒരു പുലഭ്യം പറച്ചിലല്ല. അതേസമയം ഒരു ആദർശം സ്വീകരിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് ഒരു മുസ്ലിമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമില്ലാത്തൊരു വ്യക്തിയെ അയാൾ കാഫർ എന്ന് അഭിസംബോധന ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അയാളുടെ ഇന്നിന്നും കർമ്മങ്ങൾ കുഫറാണ്, അല്ലെങ്കിൽ കുഫറിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിഷേകമായി. ഞാൻ ഷംന. ചാവേറിനെ കുറിച്ചുള്ള ഇസ്ലാമികമായ വീക്ഷണം എന്താണ്? ചാവേറാണോ ചോദിച്ചത്? ആണോ? ഏത് സഹോദരി ആരാ ചോദിച്ചത്? അല്ലേ, ചാവേർ യുദ്ധത്തിനെ കുറിച്ചല്ലേ ചോദ്യം? അല്ലേ, ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചാവേർ യുദ്ധത്തെക്കുറിച്ചാണ് ചോദ്യം. ചാവേർ ബോംബുകളായി മാറുന്ന സൂയിസൈഡ് ബോംബുകളുടെ കാലഘട്ടമാണല്ലോ. ഇതിൻ്റെ ഇസ്ലാമികമായ വിധിയാണ്. ഇത് ഒരു വിധി, കർമ്മശാസ്ത്രപരമായി വിധി പറയുന്ന ഒരു വേദിയല്ല ഇത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്കാണ് പുതിയ പ്രശ്നങ്ങളിൽ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വിധി പറയാൻ നിർവാഹമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ ആത്മഹത്യയെ നിരോധിച്ചിട്ടുണ്ട്. ആത്മഹത്യ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അയാൾ മരണത്തെ സ്വയം വരിക്കുന്നതിനെ എതിർത്തിട്ടുണ്ട്. എന്നാൽ മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ള യുദ്ധരംഗത്ത് പോലും പോരാടുവാൻ സഹാബിമാരെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അയാൾ സ്വയം മരിക്കുക എന്ന രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നത് കൃത്യമായി തന്നെ ഹറാമായ കാര്യമാണ്, കുഫറാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ മരണം കുഫറിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു തലം. അതേസമയം യുദ്ധരംഗത്ത് ശക്തമായി പോരാടേണ്ടതുണ്ട്, ആ യുദ്ധരംഗത്ത് മരിക്കാൻ സന്നദ്ധമാകണം, മറ്റൊരു തലം. ഈ രണ്ട് തലങ്ങൾ വെച്ചുകൊണ്ട് ഈ ആധുനിക പണ്ഡിതന്മാർ അവർ ഈ വിഷയത്തെ ശക്തമായി തന്നെ പരിശോധനാ വിധേയമാക്കിയിട്ടുണ്ട്. പ്രഗത്ഭരായ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും വീക്ഷണം ഈ ചാവേർ ആക്രമണം അത് ഒരാൾ സ്വയം മരിക്കുവാനുള്ള ആത്മഹത്യാ പ്രവണതയുടെ ഭാഗമാണ് എന്നാണ്. അഥവാ ഒരു ആൾക്ക് ഒരു യുദ്ധത്തിൽ എടുത്തു ചാടുമ്പോൾ ആ യുദ്ധത്തിൽ മരിക്കുവാനും 1% അല്ലെങ്കിൽ 0.1% രക്ഷപ്പെടുവാനുമുള്ള സാധ്യത വേണം. ഒന്ന്. രണ്ടാമത്തേത്, മരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ശത്രുവിൻ്റെ കൈകൊണ്ടായിരിക്കണം മരണം, അയാളുടെ സ്വന്തം കൈകൊണ്ടായിക്കൂടാ. ഇത് രണ്ട് കാര്യങ്ങളും നിഷേധിക്കുന്നു ഒരു ചാവേർ ആക്രമണത്തിൽ. ചാവേർ ആക്രമണകാരി അയാൾ മരിക്കുമെന്ന് 100% ഉറപ്പാണ്, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. 0.1%, 0.001% പോലും രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പ്.
എന്നാൽ അയാളുടെ മരണം വഴി ചിലപ്പോൾ ശത്രുവിനെ കൊല്ലാൻ കഴിയാതിരിക്കാം, രണ്ടും സംഭവിക്കാം. മറ്റൊരു കാര്യം, അയാളുടെ മരണം ശത്രുവിൻ്റെ കൈകൊണ്ടല്ല, അയാളുടെ സ്വന്തം കൈകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചാവേർ ആക്രമണങ്ങൾ ആത്മഹത്യയുടെ വിഭാഗത്തിലാണ് പെടുക എന്നും ഒരു മുസ്ലിമിന് ഒരിക്കലും തന്നെ അത് ചെയ്യാൻ പാടില്ല എന്നുമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആധുനിക പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാർ വളരെ അനിവാര്യമായൊരു സാഹചര്യത്തിൽ ചാവേർ ആക്രമണം നടത്താം എന്ന് പറയുന്നുണ്ട്. അത് യുദ്ധ സന്ദർഭത്തിൽ. ആ പണ്ഡിതന്മാർ പോലും പറയുന്നത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശക്തമായി യുദ്ധം നടക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രവും അല്ലാത്ത രാഷ്ട്രവും തമ്മിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പടയാളി അയാൾ സ്വയം മരിക്കാൻ സന്നദ്ധനാണെങ്കിൽ അയാൾക്ക് ഈ രൂപത്തിൽ ഇന്നത്തെ ആയുധങ്ങൾ, ബോംബിനെ പോലുള്ള ആയുധങ്ങളായതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ പാളത്തിൽ ഒരിക്കലും തന്നെ അത് ഈ രൂപത്തിലല്ലാതെ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ സ്വയം സജ്ജനായി ആയുധം സ്വയം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ശത്രുവിൻ്റെ പാളത്തിൽ പോയി ആ ശത്രുവിൻ്റെ പാളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവർ പോലും പറയുന്നത് ഇത്തരം ഈ ചാവേർ ആക്രമണങ്ങൾ എപ്പോൾ മാത്രമേ പാടുള്ളൂ എന്നാണ്, യുദ്ധ സന്ദർഭത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ്. അഥവാ ഒരു ഇസ്ലാമിക രാഷ്ട്രവും അല്ലാത്തൊരു രാഷ്ട്രവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു പൗരന്, ഒരു പടയാളിക്ക് ആ രാജ്യത്തിൻ്റെ നേതൃത്വമായ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ അനുവാദമുള്ളൊരു കാര്യമാണ് എന്ന് ഇത്തരം പണ്ഡിതന്മാർക്ക് തന്നെ വീക്ഷണമുള്ളൂ എന്ന് മനസ്സിലാക്കുക. എൻ്റെ പഠനത്തിൽ ഞാനിതിലൊരു വിധി പറയാൻ ആളല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ വീക്ഷണത്തിനാണ് കൂടുതൽ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് ഏതാണ്. അഥവാ ചാവേർ ആക്രമണം ഏത് സാഹചര്യത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളുമായി യോജിച്ചു പോകുന്ന ഒരു രീതിയല്ല കാണാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ രൂപത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വീക്ഷണമുള്ളവർ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമാധാന രാഷ്ട്രത്തിലോ സമാധാന ഉടമ്പടി സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രത്തിലോ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യത്തിൽ അല്ലാത്ത സന്ദർഭങ്ങളിലോ ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ആ വിഭാഗം പണ്ഡിതന്മാർ പോലും പറയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയും രവി, മുഹമ്മദ് നബി ഏകദൈവാരാധനയാണ് നമ്മളെ പഠിപ്പിച്ചത്. ശവകുടീരങ്ങളിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസിയാണോ? അങ്ങനെയെങ്കിൽ ബിംബാരാധന എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്? സഹോദരൻ്റെ പേരൊന്നും കൂടി പറഞ്ഞു. രവി അല്ലേ? ഈ സദസ്സിലുള്ള മുസ്ലിങ്ങളുടെ മനസ്സാക്ഷിയോടുള്ള ചോദ്യമാണ് രവിയുടെ. അതാണ് നാം വളരെ ഗൗരവത്തിൽ, ചിരിക്കേണ്ടതല്ല, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് രവി ചോദിച്ചത്. ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കണം. കാരണം രവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലൊരു വ്യത്യാസവും രവിക്ക് കാണുവാൻ സാധിക്കാത്തതും ഇതുകൊണ്ടാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിൽ. ഖുർആൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവം എന്ത് എന്ന് ഖുർആനിലെ 112 അധ്യായത്തിൽ പറയുന്നുണ്ട്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുൽ ലഹു കുഫുവൻ അഹദ്. ദൈവം ഏകനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെപ്പോലെ യാതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ നാം വീക്ഷിച്ചാൽ സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, ജീവജാലങ്ങളും അനേകമാണ്. ഏകനായിട്ടുള്ളത് അള്ളാഹു മാത്രം. രണ്ട്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശു ഈസാ നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുദ്ധൻ, അങ്ങനെ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വായു ശ്വസിച്ചിട്ടുണ്ട്. അവരാരും ദൈവത്തിൻ്റെ നിർവചനത്തിൽ പെടുന്നില്ല. മൂന്നാമതായിട്ട് ഖുർആൻ പറയുന്നത് അള്ളാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം ജനിച്ച വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ സന്താനങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ദൈവമല്ല. ഈസാ നബി അലൈഹിസ്സലാമിന് സന്താനങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നു, എന്നാൽ ഒരു മാതാവിൻ്റെ ഉദരത്തിലാണ് പിറന്നത്, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമും ദൈവമല്ല. അവസാനത്തത് ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്നതാണ്. ദൈവത്തെ പോലെ ആരുമല്ല.
അപ്പം ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, രൂപമില്ലാത്ത, ഭാവമില്ലാത്ത ഈ പ്രപഞ്ചത്തെയും അതിലെ നെബുലകളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ശക്തിയാണ് ദൈവം. അവിടെയാണ് ഖുർആൻ പറയുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അവനോട് പ്രാർത്ഥിക്കുക, അവനോട് ദൈവിക സഹായം തേടുക. ഇതല്ലാത്തൊരു മുസ്ലിം, ഇത് ചെയ്യാത്തൊരാൾ മുസ്ലിമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ടാണ് നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നാം ഈസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാത്തത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളത്? ആ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് മക്കയിലെ വിശുദ്ധ കഅബാലയത്തിൻ്റെ കില്ലയിൽ പിടിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അബൂ ജഹൽ പറഞ്ഞു, അല്ലാഹുവേ, നീതി ഞങ്ങളുടെ കൂടെയാണെങ്കിൽ, സത്യം ഞങ്ങളുടെ കൂടെയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സത്യം മുഹമ്മദിൻ്റെ കൂടെയാണ് എങ്കിൽ മുഹമ്മദിനെ രക്ഷിക്കണം. അപ്പോൾ അന്ന് അബൂ ജഹലിനും അന്നത്തെ ബഹുദൈവ വിശ്വാസികൾക്കും എല്ലാവർക്കും തന്നെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം? അവർ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. ബിംബങ്ങൾ എന്താണ്? കല്ലാണ്. ഇന്നത്തെ ഖബർ എന്താണ്? യാതൊരു വ്യത്യാസവുമില്ല. ലയനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഹദു ഖബൂർ അംബിയാഹിം മസാജിദ്. അള്ളാഹു ശപിച്ചിരിക്കുകയാണ് യഹൂദരെയും നസ്രാണികളെയും. എന്താണ്? അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനയിടമാക്കി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പ്രവാചകൻ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുവേ, എൻ്റെ ഖബറിടം ആരാധനയിടമാക്കരുതെന്ന്. അസഹ്യമായ വേദന കൊണ്ട് പ്രവാചകൻ പുളഞ്ഞ് മരണശൈലിയിൽ കിടക്കുമ്പോഴും പ്രവാചകൻ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈസാ നബിയുടെ അനുയായികൾ ഈസാ നബിയെ ദൈവമാക്കിയതുപോലെ എൻ്റെ അനുയായികൾ ഒരിക്കലും എനിക്ക് ദിവ്യത്വം കൽപ്പിക്കരുത്, എൻ്റെ ഖബറിടം ഒരിക്കലും ആരാധനയിടമാക്കരുത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഒന്നിലും ദിവ്യത്വം കൽപ്പിക്കുവാൻ പറ്റില്ല. ഒരു പേന കൊണ്ട് വക്കാലത്തിൽ ഞാൻ ഒപ്പിട്ടാൽ കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിന് പുറത്താണ്. കാരണം പേനയ്ക്ക് ഞാൻ അമാനുഷികത കൽപ്പിക്കുകയാണ്. എൻ്റെ പേഴ്സിൽ പണമിട്ടാൽ, ഈ പേഴ്സിൽ പണമിട്ടാൽ എനിക്ക് പിന്നീടും പണം ലഭിക്കുമെന്ന ചിന്ത എനിക്കുണ്ട് എങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം ഞാൻ പേഴ്സിന് ദിവ്യത്വം കൽപ്പിക്കുകയും. അതുകൊണ്ട് രവിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ സദസ്സിലെ മുസ്ലിങ്ങളോടുള്ള ചോദ്യമാണത്. ബുദ്ധിപൂർവം യുക്തിപൂർവം അത് മനസ്സിലാക്കുക. കാരണം ഏകനായ അദർശനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ സഹായം തേടുവാനും അവൻ്റെ മുൻപിൽ മാത്രമേ ശിരസ് കുമ്പിടുവാനും മുസ്ലിങ്ങൾക്ക് പാടുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ നുബിൻ ഇസ്മായിൽ. എനിക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ ഒരു ജെന്യുവൻ ഡൗട്ടാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ നീതിയുടെ മതമാണ്. അപ്പം ഒരു സ്ത്രീ വിവാഹമോചിതയായാൽ അവർക്ക് അടുത്തൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ഇദ്ദയുടെ കാലാവധി പിന്നിടണം. അപ്പോൾ ഇദ്ദ എന്ന് വെച്ചാൽ അവർക്ക് ഗർഭം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാകുന്നു. ഇപ്പം മോഡേൺ ടെക്നോളജി വെച്ച് നമുക്ക് വിത്തിൻ ഡേയ്സ് തന്നെ അറിയാൻ പറ്റും അവർക്ക് ഗർഭം ഉണ്ടോ ഇല്ലയെന്ന്. എന്നിട്ടും ഈ ഇദ്ദയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു അനീതിയല്ലേ? ഇസ്ലാം എന്ന് പറയുമ്പോൾ ലോക അവസാനം വരെ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അനീതിയാകുമോ? സുഹൃത്തിൻ്റെ ചോദ്യം ഞാൻ മനസ്സിലായത് പറയാം. അതുകൊണ്ട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല, മഴയുണ്ട് പുറത്ത്, അതുകൊണ്ടാണ് തോന്നുന്നു. ചോദ്യം ഇസ്ലാം എല്ലാ കാലത്തിനും പ്രായോഗികമാണോ? കാരണം ഇദ്ദ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദ ഗർഭമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് ഇപ്പോൾ ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രായോഗികമാണോ എന്നല്ലേ യഥാർത്ഥത്തിൽ സുഹൃത്തിൻ്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി. ഇസ്ലാം എല്ലാ കാലത്തേക്കും പ്രായോഗികമായ ദർശനമാണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഒരു ആൾ മരണപ്പെട്ടാൽ അയാളുടെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വൈവാഹിക കർമ്മത്തിൽ ഏർപ്പെട്ടുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹമോചനം ചെയ്താൽ 3 മാസം വിവാഹ ആലോചനകൾ നടത്തിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ എന്നറിയാനാണ്. ഇപ്പോൾ ആ നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം ഗർഭിണിയാണോ എന്നറിയാൻ മറ്റു മാർഗങ്ങളുണ്ടല്ലോ എന്ന്. ഇത് ഗർഭിണിയാണോ എന്ന് അറിയാനാണ് എന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ഗർഭിണിയാണോ എന്നറിയാനാണ് എന്ന് നമ്മൾ പറഞ്ഞാണ്. പല കാരണങ്ങളിലും ഒന്നാണത്. ഇത് എന്താണ് ഇങ്ങനെ ഒരു കാലാവധി വെച്ചത്? ഗർഭിണിയാണോ എന്നറിയാനുള്ള കാലാവധി വെച്ചതിനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ഗർഭിണിയാണോ എന്നറിയൽ.
അത് മാത്രമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടർക്ക് 2 ഇദ്ദാ പീരീഡിൻ്റെ പ്രശ്നമല്ലല്ലോ. മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞു. അതേസമയം വിവാഹമോചനാണെങ്കിൽ 3 മാസം എന്ന് പറഞ്ഞാൽ എന്താപ്പത്? 2 കൂട്ടർക്കും ഒന്ന് തന്നെയല്ലേ? ഗർഭകാലം അറിയാൻ വേണ്ടി മാത്രമാണെങ്കിൽ 2 കൂട്ടർക്കും 3 മാസം ഉണ്ടായാൽ പോരെ? ഇവിടെ പടച്ച തമ്പുരാൻ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിൻ്റെ യുക്തി എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതുണ്ടാകാം, അറിയാൻ കഴിയാത്തതുണ്ടാകാം. നമ്മളുടെ വിശദീകരണത്തിന് വിധേയമായതുണ്ടാകാം, അല്ലാത്തതുണ്ടാകാം. ആ വിശദീകരണത്തിന് വിധേയമായ അല്ലാത്ത കാര്യങ്ങൾ അത് വിശദീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അബദ്ധമാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ പടച്ചോന്റെ കൽപ്പനകൾ 5 നേരത്തെ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം അല്ലേ? പടച്ച തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു 5 നേരത്തെ നമസ്കാരം. എന്തിനായി 5 നേരത്തെ നമസ്കാരം? 5 നേരത്തെ നമസ്കാരം 5 നേരം മനുഷ്യൻ ശുദ്ധമാകാൻ, അല്ലെങ്കിൽ പടച്ച തമ്പുരാനുമായി അടുപ്പിക്കാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നൽകിയ വ്യാഖ്യാനാണ്. അതിനെ നമ്മൾ വീണ്ടും വ്യാഖ്യാനിക്കുമ്പോൾ ഈ 5 നേരത്തിൽ തന്നെ അതിലൊരു ശാസ്ത്രീയത കാണാൻ പറ്റും. 5 നേരത്തിൽ തന്നെ എന്താണ്, ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസ ജീവിതത്തിൻ്റെ 5 തലങ്ങളെ തിരിച്ചാൽ ഈ 5 നേരവും ആ തലങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വേറൊരാൾ ചോദിക്കാമെന്ന് വിചാരിക്കുക, ഈ 5 തലങ്ങളിൽ ചിലപ്പോൾ ചിലർക്ക് 2 തലങ്ങൾ ഒന്നുണ്ടാവില്ല. ആ 2 തലങ്ങൾ കൂടി ഒന്നാണെങ്കിൽ 4 നേരം നിസ്കരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇതെന്താണ്? 5 തലങ്ങളായി തിരിച്ചത് നമ്മളാണ്. 5 തലങ്ങൾക്ക് ഓരോ തലങ്ങളിലാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞത് നമ്മളാണ്. ഇത് നമ്മുടെ വ്യാഖ്യാനം മാത്രമാണ്. ആ പരിമിതി നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ മദ്യപാനം. മദ്യപാനം എന്തുകൊണ്ടാണ് തകരാറ്? പല കാരണങ്ങൾ പറയാം. രോഗമുണ്ടാക്കുന്നു, മദ്യം ഉണ്ട്. ക്യാൻസർ ഉണ്ടാക്കുന്നു, അത് കുടുംബ വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ഇതെല്ലാം എന്താണ്? മദ്യപാനം ഹറാമാക്കുവാനുള്ള പല കാരണങ്ങളിൽ ഓരോന്നാണ്. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് മദ്യം കഴിക്കാത്തത്? മദ്യം കഴിക്കാത്തത് പടച്ചോൻ പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഒരു മദ്യം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക, ഒരു മദ്യം ലഹരി ഉണ്ടാക്കുന്നു. ആ മദ്യം ലഹരി മാത്രമേ ഉണ്ടാക്കുള്ളൂ, യാതൊരു രോഗം ഉണ്ടാക്കൂല, ഒരു പ്രശ്നം ഉണ്ടാവൂല, കരളിന് ക്യാൻസർ ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അത് കുടിക്കാൻ പറ്റുന്നതിന് അർത്ഥമുണ്ടോ? അത് കുടിക്കാൻ പറ്റുന്ന അർത്ഥമുണ്ടോ? ഇല്ല. കാരണം മദ്യം ലഹരി ഉണ്ടാക്കുന്നിടത്തോളം കാലം ഒരു മുസ്ലിമിന് തൊഴാൻ പറ്റില്ല. കാരണം പടച്ചോൻ കൽപ്പിച്ചത് അതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യത്തിലുള്ള ആ നിർദ്ദേശത്തിന് എന്തുകൊണ്ട് എന്നതിന് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ആ വ്യാഖ്യാനങ്ങൾക്ക് കാലദേശ പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതിക്ക് അതീതമായ പലതും പടച്ച തമ്പുരാൻ കാണുന്നതുണ്ടാകും. പടച്ച തമ്പുരാൻ കാണുന്ന പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ വിശദീകരണത്തിന് വിധേയമായിക്കൊള്ളണമെന്നില്ല. ഇപ്പം മനസ്സിലായത് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാനിൽ നിന്നുള്ള നിയമങ്ങളെ ആ നിയമങ്ങളായി കാണുകയും ആ നിയമങ്ങൾ അതേപോലെ അനുധാവനം ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ വിശദീകരണം നമുക്ക് നൽകാം നമ്മുടെ ബുദ്ധി അനുസരിച്ച്. പക്ഷേ അതുകൊണ്ടാണ് ഇത് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഗർഭിണിയാണോ എന്നറിയൽ അതിൻ്റെ പല കാരണങ്ങളിലൊന്നാണ്. അത് മാത്രമാണ് നമുക്ക് പറയാൻ നിർവാഹമല്ല. പടച്ചോൻ പഠിപ്പിച്ചു, കൽപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കും. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ. ഞാൻ കാഫർ എന്ന വാക്കിൻ്റെ വെബ്സൈറ്റിലുള്ള ഒരു സംശയമാണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള ഒരു മതസദസ്സിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ കാഫറിനെ കുറിച്ച് കൊടുത്ത വിവരണം സത്യം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സത്യം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നതിനെ കാഫർ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ സത്യമായ തൗഹീദിനെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമായി ജനിച്ച ഒരാളെ നമുക്ക് കാഫർ എന്ന് വിളിച്ചുകൂടാ? കാഫർ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവൻ മാത്രമാണ് എന്നേതോ പണ്ഡിതൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ തൗഹീദിനെ അറിഞ്ഞ് നിഷേധിക്കുന്നവനെ എന്തുകൊണ്ട് കാഫർ എന്ന് വിളിച്ചുകൂടാന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ആ പണ്ഡിതൻ്റെ വിശദീകരണത്തിന് തന്നെ ഒരു അപാകതയുണ്ടെന്നാണ്. സത്യം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവൻ എന്ന് കാഫർ എന്നുള്ള പദത്തിന് അർത്ഥം വരുന്ന ചില ആയത്തുകൾ ഉണ്ട് എന്നത് ശരിയാണ്. ചില ആയത്തുകളിൽ കാഫറിന് വിളിച്ചിട്ടുള്ളത്, കാഫറിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് സത്യം അറിഞ്ഞ് നിഷേധിച്ചവരെയാണ്. എന്നാൽ സത്യം അറിഞ്ഞ് നിഷേധിച്ചവർ മാത്രമാണ് കാഫർ എന്ന അഭിസംബോധനയിൽ പെടുക എന്ന് പറയാൻ നിർവാഹമല്ല.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശം സ്വീകരിച്ചവരെ വിളിക്കാൻ വേണ്ടി ഇസ്ലാം ഉപയോഗിക്കുന്ന പദമാണ് മുസ്ലിം. ഇസ്ലാം എന്നുള്ള ആദർശം, ആ ആദർശം സ്വീകരിക്കാത്തവരെ വിളിക്കാൻ ഒരു പദം ആവശ്യമാണ്. ആ പദത്തിൻ്റെ രംഗത്ത് ഇസ്ലാം വളരെ നീതി പുലർത്തുക ചെയ്ത് ഒരിക്കലും അറബി ഭാഷയിലോ അറബ് നാട്ടിലോ കാഫർ എന്നുള്ള പദം ആരെയെങ്കിലും പുലഭ്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് കാഫർ എന്നുള്ള പദം പുലഭ്യമാക്കിയത് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധന്മാരായ ഇസ്ലാമിനെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ച ഓറിയന്റലിസ്റ്റുകളായ എഴുത്തുകാരാണ്. മറ്റൊരു വശം. അപ്പോൾ കാഫർ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞ് ബോധ്യപ്പെട്ട് ഇസ്ലാം തന്നെയാണ് സത്യം എന്ന് അറിഞ്ഞതിന് ശേഷം അത് നിഷേധിക്കുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളൊരു വീക്ഷണത്തിന് തന്നെ പ്രാമാണികമായ അടിത്തറയില്ല. മറിച്ച് ഒരു ആദർശത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ പൊതുവായി വിളിച്ച കാര്യമാണ്. ഇവിടെ തൗഹീദ് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ട് നിഷേധിക്കുന്ന വ്യക്തി അയാൾ കാഫറല്ലേ? തീർച്ചയായും കാഫറാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അയാൾ ബോധ്യപ്പെട്ട് നിഷേധിക്കുകയാണെന്ന് കണക്കാക്കാൻ ആർക്കാണ് കഴിയുക? എനിക്കോ നിങ്ങൾക്കോ പറ്റുമോ? നമ്മളുടെ കയ്യിൽ അതിനുള്ള മാനദണ്ഡമുണ്ടോ? നമുക്ക് അളവുണ്ടോ, അളവുകോലുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളെയും കാഫറാക്കുവാനോ ഒരാളെയും മുനാഫിക്കാക്കുവാനോ നമുക്ക് നിർവാഹമില്ല. മറിച്ച് നമുക്ക് കുഫറിലേക്ക് പോകുന്ന പ്രവർത്തനം ഇന്നതാണെന്ന് പറയാം, നിഫാഖ് ഇന്ന കാര്യങ്ങൾ നിഫാഖിൻ്റെ ഫലമാണെന്ന് പറയാം. എന്നല്ലാതെ ഇന്നയാൾ നിഫാഖ് മുനാഫിക്കാണ്, ഇന്നയാൾ കാഫറാണെന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് പരിമിതമായ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ചില പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളായിരിക്കും ശരി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും രവി, ചെറിയൊരു സംശയം. പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവർ മുസ്ലിം അല്ല എന്നും മോശയും യേശുവും മുഹമ്മദും എല്ലാം മുസ്ലിങ്ങളുടെ പ്രവാചകന്മാരാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുന്നു? ബേബി വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. പിന്നെ വിമർശനാത്മകമായ മുസ്ലിം സമൂഹത്തെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ടാണ് ബേബി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നത് സന്തോഷകരമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ബേബിയോട് സ്വയവും ഒന്ന് വിമർശനാത്മകമായി വിലയിരുത്തണമെന്നും ഇതേ രൂപത്തിൽ ഈ ആദർശങ്ങൾ ജീവിതത്തെയും സ്വാധീനിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നിർവഹിക്കാം. ഇവിടെ പ്രവാചകന്മാർ അവരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കുവാൻ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. ആ പ്രവാചകന്മാരുടെ ജന്മദിനങ്ങൾ, ആഘോഷങ്ങൾ പിൽക്കാലഘട്ടത്തിലുണ്ടായതാണ്. അത് ഏത് പ്രവാചകൻ്റെ ആയിരുന്നാലും ഒരു പ്രവാചകൻ്റെയും ജന്മദിനം ആഘോഷിക്കാൻ ഒരു പ്രവാചകൻ പഠിപ്പിച്ചതായിട്ടൊരു തെളിവില്ല. നിങ്ങൾ മുഴുവൻ മഹാഭാരതവും എടുത്തു തെരഞ്ഞാലും ശ്രീകൃഷ്ണാഷ്ടമിക്ക് ഒരു തെളിവ് കണ്ടെത്താൻ കഴിയില്ല. ഇത് ഞാൻ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഭാരതീയ പുരാണങ്ങളിൽ പോലും ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയണേ. ജന്മാഷ്ടമിക്ക് ഇന്ന ഡേറ്റിന് ഇന്ന തീയതിക്ക് എന്നുള്ള പിൽക്കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, ജ്യോതിഷ പടുക്കൾ കൂടിയിരുന്ന് കണക്ക് കൂട്ടി ഗണിച്ച് ഉണ്ടാക്കിയതാണ് ഇന്ന് അഷ്ടമി ആഘോഷിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള സങ്കല്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും ബൈബിളിൽ എവിടെയില്ല. ഇതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊരു സ്വഭാവമുണ്ട്, പൊതുവെയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എന്താണ്? ഒരു മഹാനായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ അയാൾ പറഞ്ഞതൊന്നും നമുക്ക് നമ്മളെ ജീവിതത്തിൽ പുലർത്താൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അയാൾ നമ്മളാണ്ട് ബഹുമാനിച്ചാളാ ഒരു ഫോട്ടോ വെച്ച് ഒരു മാലയും തൂക്കിയിട്ട് സുന്ദരമായിട്ട് അതിൻ്റെ ചോട്ടിലിരുന്നാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ പറഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല, അതുകൊണ്ട് മൂപ്പർക്ക് ഞാനൊരു മാലട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും ജന്മദിനങ്ങളുടെ കാര്യം. എന്താണ്? യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ജീവിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയൂല, കൊല്ലത്തിൽ ഒരു ദിവസം ഞങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിച്ച് കളയാം, ആ ജന്മദിനത്തിൻ്റെ അന്ന് അദ്ദേഹം പറഞ്ഞതിന് അനുകൂലമായിട്ട് എതിരിലുള്ള എന്തും ഞങ്ങൾ ചെയ്ത് കളയാം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി.
ഇതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന ആളുകൾ, പ്രവാചകനെ സ്നേഹിക്കുന്നവർ, പ്രവാചകനെ പ്രവാചകനെ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. പ്രവാചകനെ സ്നേഹിക്കാത്തൊരു വ്യക്തി അയാൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്, സംശയമൊന്നും വേണ്ട. പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം? പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ്റെ ജീവിതത്തെ പകർത്തിക്കൊണ്ടാണ്. അത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ്റെ ജീവിതത്തെ പകർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടത് എന്ന കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരമാവധി പകർത്തുക, അതാണ് പ്രവാചകൻ്റെ സവിശേഷത. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകത്ത് എത്രയെത്ര നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്കൊന്നുമില്ലാത്ത സവിശേഷത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത എന്താണത്? ആ പ്രവാചകൻ ഉറങ്ങിണീക്കുമ്പോൾ എന്താണ് ചൊല്ലിയിരുന്നത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുക്കുമൂലകളിലുള്ള 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യർ. അദ്ദേഹം ഉറങ്ങുമ്പോൾ ഏത് സൈഡിലേക്ക് ചെരിഞ്ഞാണ് കിടന്നത് എന്ന് അന്വേഷിക്കുക. എന്തിനാ? അതേപോലെ കിടക്കാൻ. അദ്ദേഹം ടോയ്ലറ്റിലേക്ക് ഏത് കാലെടുത്ത് വെച്ചാണ് കയറിയത് എന്ന് അന്വേഷിക്കുകയാണ്. ഏത് കാലം എടുത്തു വെച്ചാണ് പുറത്തിറങ്ങിയതെന്ന് അന്വേഷിക്കുക. എന്തിനാ? അതുപോലെ ആകാൻ. പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുക. ആ അനുധാവനം ചെയ്ത് ആണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സഹാബത്ത് സ്നേഹിച്ചത് അങ്ങനെ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചക സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ജന്മദിനം ആഘോഷിച്ചല്ല. ജന്മദിനാഘോഷത്തിന് മുൻപ് നേരത്തെ പറഞ്ഞത് സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മുൻപുള്ള ആളുകളുടേതിന് തെളിവില്ലാത്തതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവുകളൊന്നും തന്നെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആഘോഷം മതത്തിൻ്റെ ഭാഗമല്ല, അനാചാരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലിയാഖത്ത്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പൂർണ്ണമായും ദീനിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന വിശുദ്ധ ഖുർആൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് കേവലം ആരാധനാപരമായ മേഖലകളിൽ മാത്രം ഒതുങ്ങുകയും ജീവിതത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അവഗണിച്ചതല്ലേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം? ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ മേഖലകളിൽ കൂടി പണിയെടുക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കില്ലേ? സുഹൃത്തിൻ്റെ ചോദ്യം, ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞതിനെതിരെ ചില രംഗങ്ങൾ ദീനിൽ നിന്ന് മുക്തമാക്കി മാറ്റുന്നത് ശരിയാണോ? അത് സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മണ്ഡലങ്ങളെ കൂടി മതവൽക്കരിക്കേണ്ടതല്ലേ? സുഹൃത്തിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നും ഏതോ മുസ്ലിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും മതമുക്തമാക്കണമെന്നും ആ കേവലം ആരാധനാപരമായ ആചാരങ്ങളിൽ മാത്രം മതം ഒതുങ്ങണം എന്നും പറഞ്ഞു എന്ന് സുഹൃത്തിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നിപ്പോകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗം. അവർ മോഡേണിസ്റ്റുകൾ എന്നറിയപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ്. അവർക്കിന്ന് മുസ്ലിം ലോകത്ത് വിലാസമില്ല. എന്നാൽ മുസ്ലിങ്ങളെല്ലാവരും പറയുന്ന, ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ മുഴുവനും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇസ്ലാമികമായ വിധിവിലക്കുകൾ പാലിക്കാൻ ഓരോ മുസ്ലിമും സന്നദ്ധനാകണം. അപ്പോൾ മാത്രമേ അയാളുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ എന്ന്. അതിൽ യാതൊരു സംശയവുമില്ല. അത് സാമ്പത്തിക രംഗത്തായിരുന്നാലും, സാമൂഹ്യ രംഗത്തായിരുന്നാലും, കുടുംബരംഗത്തായിരുന്നാലും, രാഷ്ട്രീയ രംഗത്തായിരുന്നാലും, അന്താരാഷ്ട്ര വ്യവഹാരങ്ങളുടെ രംഗത്തായിരുന്നാലും എല്ലാം ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായി തന്നെ ഇസ്ലാമിക നിയമങ്ങൾ അനുധാവനം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ കേവലം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മാത്രമേ പ്രായോഗികമാകൂ എന്നും ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപിക്കാത്തിടത്തോളം കാലം ഇസ്ലാം തന്നെ പൂർണ്ണമാവുകയില്ല എന്നും ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവിടെയാണ് അബദ്ധം പണഞ്ഞിട്ടുള്ളത്. ഇസ്ലാം ഒരാൾ ഒരു രാജ്യത്ത് ഒരു മുസ്ലിമായിട്ടുണ്ടെങ്കിലും അയാളുടെ ഇസ്ലാം പൂർണ്ണമാണ്, സംശയമൊന്നും വേണ്ട. അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ ഇസ്ലാം പൂർണ്ണമാണ്. ഒരു വ്യക്തിക്ക് ഓരോ തലങ്ങളിലും നിർബന്ധമായി വരുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ആ തലത്തിലെത്തുമ്പോൾ മാത്രമേ അയാൾക്ക് നിർബന്ധമാകൂ. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം ഒരു മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള നിബന്ധനയാണ് നമസ്കാരം എന്നാണല്ലോ. നമസ്കാരത്തോടൊപ്പം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സക്കാത്ത്. നമസ്കാരം നിലനിർത്തുന്നവനും സക്കാത്ത് നൽകുന്നവനുമാണ് അവൻ. മുസ്ലിമിനെ കുറിച്ച് പറയുന്നിടത്തല്ലാതുണ്ട്. എന്നാൽ ഒരു വ്യക്തി മുസ്ലിമാകുന്നു, അയാൾക്ക് സക്കാത്തിന്റെ നിസാബ് ഒക്കുന്ന രീതിയിൽ പണമില്ല അയാളുടെ അടുത്തെന്ന് വിചാരിക്കുക.
അയാളുടെ അടുത്ത് കാശില്ല. അയാളുടെ ഇസ്ലാം പൂർണ്ണമാണോ? അയാൾ നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, അയാൾക്ക് കഴിയുന്ന തലങ്ങളിലെല്ലാം ചെയ്യുന്നു. പക്ഷേ നമസ്കാരത്തോടൊപ്പം പറഞ്ഞ സക്കാത്ത് കൊടുക്കാൻ നിസ്സാബ് അയാൾക്ക് എത്തിയിട്ടില്ല. അയാളുടെ ഇസ്ലാം പൂർണ്ണമാണോ? എങ്ങനെ പൂർണ്ണമാവുക? ഇസ്ലാം ഖുർആനിൽ പറഞ്ഞ സക്കാത്ത് അയാൾ കൊടുക്കണില്ല, പിന്നെ എങ്ങനെ ഇസ്ലാം പൂർണ്ണമാവുക? ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി അയാൾ സ്വീകരിച്ചിട്ടില്ല, അയാൾക്കായിട്ട് ഇസ്ലാം പൂർണ്ണമാകുമോ? പൂർണ്ണമാകും. കാരണം അയാൾക്ക് സക്കാത്ത് കൊടുക്കുവാൻ അയാൾ അർഹനാകുന്നത് അയാൾക്ക് നിസ്സാബ് എത്തുമ്പോൾ മാത്രമാണ്. ഇതേപോലെ തന്നെ ഇസ്ലാമിലെ രാഷ്ട്രീയ നിയമങ്ങളുണ്ട്. രാഷ്ട്രീയ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പല തരങ്ങളിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതികളുണ്ട്. പല തരങ്ങളിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതികളോട് ഏത് രൂപത്തിലായിരിക്കണം ഒരു മുസ്ലിം പെരുമാറേണ്ടത് എന്ന് പ്രവാചകനും സഹാബത്തും എല്ലാം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? ഇസ്ലാമികമായ രാഷ്ട്ര സംവിധാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിരുദ്ധമായ രാഷ്ട്ര സംവിധാനം ഉണ്ടാകും. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനം ഉണ്ടാകും. ഈ സംവിധാനങ്ങളോടെല്ലാം എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമികേതരമായ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഒരു രാഷ്ട്ര സംവിധാനത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയോ ആ രാഷ്ട്ര സംവിധാനത്തിൻ്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം നിയമിതനാവുകയോ ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കണം എന്നതിന് പ്രവാചകന്റെ ജീവിതത്തിൽ തെളിവുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ആ വിഷയം മുസ്ലിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത്. ഒരു അമുസ്ലിം ഭരണ അധികാരിയുടെ കീഴിൽ ഒരു വകുപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവിടെ. അപ്പോൾ അവിടെ ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനത്തിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നതിനും അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരു ഖലീഫയായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കട്ടവൻ്റെ കൈവെട്ടേണ്ടത് ഖലീഫയുടെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ എത്താത്ത ഒരു സമൂഹം, ആ സമൂഹം കത്തിയുമായി നടക്കാൻ പാടില്ല. കട്ടവനെ കണ്ട കൈവെട്ടാൻ ഒരാൾ നടക്കുമെന്ന് വിചാരിക്കുക. ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ കട്ടവൻ്റെ കൈവെട്ടാൻ? പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അയാൾ എന്തിനാ കടാരിയായിട്ട് കിടക്കണത്? കട്ടോനെ കണ്ടാ വെട്ടാൻ? അങ്ങനെ വെട്ടാൻ പറഞ്ഞിട്ടില്ല. അയാൾ ഇസ്ലാമിൽ പൂർണ്ണമായി ഇസ്ലാമിൽ ഞാൻ പ്രവേശിക്കുകയാണ് എന്ന് പറയാനും അയാൾക്ക് പറ്റില്ല. കാരണം കട്ടവൻ്റെ കൈവെട്ടേണ്ടത് ഖലീഫ നിശ്ചയിച്ച ഖലീഫയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ആരാച്ചാർമാർ മാത്രമാണ്. ആ പണിക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഓരോ തലത്തിലും ഒരാൾക്ക് ഇസ്ലാം പൂർണ്ണമായി മാറും. ഒരു വ്യക്തി അയാൾ മാത്രമാണ് മുസ്ലിം എങ്കിലും അയാൾക്ക് ഇസ്ലാം ജീവിതത്തിൽ പൂർണ്ണമായി പുലർത്തുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അഥവാ കഴിയില്ലെങ്കിൽ, അഥവാ ഒരു രാജ്യത്ത് ഒരാൾ മാത്രമായി മുസ്ലിമായി നിന്ന് അയാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി പൂർണ്ണനായി ഇസ്ലാമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം നൽകുന്ന പാഠം. അവിടെ ഇസ്ലാം പരിമിതമാണ് എന്നും ഇസ്ലാം സങ്കുചിതമാണ് എന്നും ഇസ്ലാം പ്രായോഗികമല്ല എന്നും അപ്രായോഗികമാണ് എന്നും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മാത്രമേ ഇസ്ലാമിനെ പൂർണ്ണമായി ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നും ഉള്ള വാദമാണ്. ആ വാദമാണ് ഇസ്ലാമിൻ്റെ സമഗ്രതയ്ക്ക് എതിരായി നിൽക്കുന്നത്. ആരും തന്നെ ഇസ്ലാമിക ലോകത്ത് ജീവിതത്തെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ എല്ലാ രംഗവും ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരം ശുദ്ധീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനത്തിൽ കുഞ്ചിക സ്ഥാനത്തിരിക്കുന്നവൻ ഇസ്ലാമികേതരമായ സംവിധാനമാണല്ലോ, അതുകൊണ്ട് കൈക്കൂലി എനിക്ക് വാങ്ങാം, എനിക്ക് തോന്നിയാസം ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അയാൾ ആ കുഞ്ചിക സ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ അയാൾ അവിടെ അയാളുടെ നീതി പുലർത്താൻ ബാധ്യസ്ഥനാണ്. ഇസ്ലാമിക വിരുദ്ധമായ നിയമങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ അയാൾക്കൊരിക്കലും പാടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൾ റസാഖ്. വിശുദ്ധ യുദ്ധം എന്നാൽ എന്ത്? അത് ഏത് സാഹചര്യത്തിലാണ്? അതിനോട് സത്യവിശ്വാസി എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അറിയേണ്ടത്. വിശുദ്ധ യുദ്ധം എന്നാൽ എന്താണ്? ഏത് സാഹചര്യത്തിലാണത്? അതിനോട് സത്യവിശ്വാസം എങ്ങനെ പ്രതികരിക്കണം എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. വിശുദ്ധ യുദ്ധം എന്ന പദപ്രയോഗം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല.
ജിഹാദിനാണ് പൊതുവേ വിശുദ്ധ യുദ്ധം എന്ന് പറയാറുള്ളത്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യുദ്ധം എന്ന ഒരർത്ഥം ജിഹാദ് എന്നുള്ള പദത്തിനില്ല. ഇവിടെ ബഹുമാനായ മേത്തർ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരമാവധി പരിശ്രമിക്കുക, പരമാവധി ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ത്യാഗം ചെയ്യുക എന്നെല്ലാമാണ് ജിഹാദിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. എന്നാൽ ഖിത്താൽ ജിഹാദായി തീർന്ന അവസ്ഥയുണ്ട്. ഖിത്താൽ എന്ന പദമാണ്, അറബി പദമാണ്, യുദ്ധത്തിന് ഉപോത്ബലകമായി പറയുന്നത്. ഖിത്താൽ ജിഹാദായി തീർന്ന അവസ്ഥയുണ്ട്. എപ്പോ? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. എപ്പോഴാണ്? ആദ്യമായി യുദ്ധത്തിന് അനുവദിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിങ്ങളെടുത്തും പരിശോധിച്ച് നോക്കുക. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-40 വചനങ്ങൾ. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. ഇസ്ലാമിലെ യുദ്ധം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിലനിന്നു. ആദർശ പ്രബോധനം. ആ സമയത്ത് നിരവധി പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ശത്രുക്കളുടെ ആരോപണങ്ങൾ എന്ന് വേണ്ട എത്രത്തോളം പട്ടിണിക്കിട്ട്, മാസങ്ങളോളം പട്ടിണിക്കിട്ട് പ്രവാചകനെയും അനുയായികളെയും പ്രയാസപ്പെടുത്തിയ സംഭവങ്ങളെല്ലാം ഉണ്ടായി. പ്രവാചകന്റെ അനുയായികളിൽ പലരും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ, അവർ ഏകനായ സ്രഷ്ടാവ് മാത്രമാണ്, ദൈവം തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് പറഞ്ഞ കാരണത്താൽ മാത്രം അവരുടെ മുൻദ്വാരത്തിലൂടെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് കുത്തി തുളച്ച് കയറ്റിക്കൊണ്ടാണ് ആ മഹദി കൊല ചെയ്യപ്പെട്ടത്. ഇതേ രൂപത്തിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു പല പ്രവാചക ശിഷ്യന്മാരും അനുചരന്മാരും. ആ സമയത്തൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു പോലുമില്ല. ചിലർ പറഞ്ഞപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? പലായനം ചെയ്തു. മദീനയിലെത്തി. മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായി. ആ ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആ മദീനയിലെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. മദീനയിലെ രാജ്യത്തിൻ്റെ ഖലീഫയാണ് പ്രവാചകൻ. പ്രവാചകന്റെ കീഴിൽ സൈന്യമുണ്ട്. പ്രവാചകന്റെ കീഴിൽ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ അനുവാദമുള്ള, സന്നാഹമുള്ള ആളുകളുണ്ട്. ഈ സമയത്തും ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അവരോ തടുത്തു നിർത്തുവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു. നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അവർ അവരുടെ വീടുകളിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കപ്പെട്ടവരാണ്. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് അവരുടെ നാഥൻ എന്ന് പറഞ്ഞു എന്ന കാരണത്താൽ മാത്രമായി. അള്ളാഹുവാണ് അവരുടെ നാഥൻ, അവരുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ കാരണമല്ലാതെ മറ്റൊരു കാരണമില്ല അവർ പുറത്താക്കപ്പെടാൻ. എന്നിട്ടും അവർ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിരോധിക്കാതിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ പൂർണ്ണമായ നാശത്തിന് നിമിത്തമാകും. ഇപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിന്റെ അധിപനാണ്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ പറഞ്ഞു. ആ പ്രതികരിക്കുന്നതിന് ആരോടാണ്? ഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം. നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരുമായി? നിങ്ങളുമായി, യുദ്ധത്തിന് വരുന്നവരുമായി. ആ യുദ്ധത്തിന് രംഗത്ത് പോലും ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരുമായി യുദ്ധം ചെയ്യുമ്പോൾ പോലും വലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഒരിക്കലും തന്നെ അതിക്രമകാരികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ് യുദ്ധം. അത് തന്നെ എങ്ങനെ? വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും മറ്റുമെല്ലാമായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി യുദ്ധം ചെയ്യുമ്പോൾ ആ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തിനുകൂടി ഉണ്ട്? മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിഭാഗം പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മനസ്സിലാക്കണം, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിന് ഏതെങ്കിലും നാടുകളിൽ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാവുന്നതാണ്. ആ യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യേണ്ടത് ആരാണ്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫയാണ്.
ആ രാഷ്ട്രത്തിൻ്റെ ഖലീഫയുടെ കീഴിൽ ഒരു സൈന്യമുണ്ടാവുകയും ആ സൈന്യം രാജ്യത്തിൻ്റെ സൈന്യമാവുകയും ചെയ്യുമ്പോഴാണ് യുദ്ധം കടന്നു വരുന്നത്. അപ്പോൾ യുദ്ധം രാജ്യത്തിൻ്റെ ഖലീഫ പ്രഖ്യാപിക്കുന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ആ ഖലീഫയുടെ കീഴിലുള്ള ആ രാജ്യത്തെ നിവാസികൾക്കെല്ലാം അപ്പോൾ സൈനിക സേവനം ആവശ്യമാണ് എങ്കിൽ നിർവഹിക്കുവാൻ നിർബന്ധവുമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഖലീഫ പറയുമ്പോൾ, അതും ഏത് കാരണത്താൽ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ആ കാരണത്താൽ ഇതിനാണ് യുദ്ധം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, അത് ചെയ്യേണ്ടതാരാ? ഓരോ വ്യക്തിയും യുദ്ധം ചെയ്യല്ല, ഓരോ വ്യക്തിയും ഓരോ ഗറില്ല ഗ്രൂപ്പുകളും വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യല്ല. അങ്ങനത്തെ ഒരു ആഹ്വാനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ആഹ്വാനമില്ല. ഇപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാൻ ഒരു വകുപ്പില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാഷ്ട്രത്തെ ആ രാജ്യവുമായി നാം ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്, അഖദ്. ആ കരാർ എന്താ? ഈ ഒരു രാജ്യവുമായി നമ്മൾ ഉണ്ടാക്കുന്ന, നാം ഈ രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലക്ക് ഉണ്ടാക്കുന്ന കരാർ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നാണ്. അതാണ് പൗരൻ്റെ കരാർ. ആ കരാറിനനുസൃതമായി ഈ രാജ്യത്ത് സംരക്ഷണം നൽകേണ്ടത്, മതപരമായ സ്വാതന്ത്ര്യം നൽകേണ്ടത് ഈ രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കരാർ ലംഘിക്കുവാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടില്ല. ഒരു കാരണവശാലും ഏകപക്ഷീയമായി ഒരു വിഭാഗം കരാർ ലംഘിക്കുമ്പോൾ അല്ലാതെ ഒരു മുസ്ലിമിന് കരാർ ലംഘിക്കുവാൻ ഒരു കാരണവശാലും പാടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്കറിയാം, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സന്ധിയുടെ വാചകം എഴുതിക്കഴിഞ്ഞ സമയത്ത് ഒരു മുസ്ലിമിനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പോലും, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പോലും പ്രവാചകൻ കരാറിനെതിരാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുക എന്നതുകൊണ്ട് മോചിപ്പിക്കാതെ ശത്രുക്കളോടൊപ്പം വിട്ടുകൊടുക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാജ്യത്തെ കരാറിലേർപ്പെട്ട ഒരു രാജ്യവും ആ രാജ്യവുമായി ആയുധമെടുക്കുവാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടുള്ളതല്ല. യുദ്ധമുണ്ടാകുമ്പോൾ, മറ്റൊരു രാഷ്ട്രവുമായി യുദ്ധമുണ്ടാകുമ്പോഴാണ് ആയുധമെടുക്കുന്നത്. കരാറിലേർപ്പെട്ട രാജ്യവുമായി ആയുധമെടുക്കുവാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കെതിരാണ് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ യുദ്ധം ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലെ ഖലീഫയാണ് നിശ്ചയിക്കേണ്ടത്, ഓരോ വ്യക്തികളോ ഗ്രൂപ്പുകളോ അല്ല എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകമായി ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്താണ് എന്ന് ലോകത്തിന് അറിയിക്കുക എന്ന ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലുള്ളൊരു പ്രോഗ്രാമാണിത്. ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സന്നദ്ധമാവുക എന്നതാണ്. അതിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വേദികളുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രമുണ്ട്, കൊല്ലത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രമുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സുഹൃത്തുക്കളോട് ഈ സന്ദേശത്തിൻ്റെ പ്രചാരണം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിന് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക. ആ ബാധ്യതാ നിർവഹണ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ രംഗത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സഹകരണം അനിവാര്യമെങ്കിൽ നിങ്ങൾക്കും എഴുതാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. നിച്ച് ഓഫ് ട്രൂത്ത് ഈ രംഗത്ത് സഹകരിക്കുവാൻ സന്നദ്ധമാണ്. നിങ്ങൾക്ക് അതേപോലെ തന്നെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഈ രംഗത്തുള്ള ഒരു ആനുകാലികമാണ് സ്നേഹസംവാദം എന്ന മാസിക. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മൂർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ആ ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇസ്ലാമെന്നും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നും വിമർശനങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് തന്നെ പരിശോധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആനുകാലികമാണ് സ്നേഹസംവാദം മാസിക. നിങ്ങൾക്കതുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ കൂട്ടായ്മയിൽ അംഗമാകണമെന്നുള്ളവർക്ക് സ്നേഹസംവാദവുമായി ബന്ധപ്പെടാം. അതിനുള്ള വേദി ഞങ്ങളുടെ കൗണ്ടറിലുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. നാഥ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ തമ്പുരാനെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين
وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ.